ഞങ്ങൾ കാനഡയിലോട്ട് വന്നിട്ട് 8-9 വർഷമായെങ്കിലും ഇന്നേ വരെ US സൈഡിലുള്ള നയഗ്ര ഫോൾസ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ ഇന്ന് ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള പ്രഹസനമാണ് ഈ നിങ്ങൾ കാണുന്നത്. സോ ടു ഓൾ മൈ ലവ് ബഗ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? യൂഷ്വലി എല്ലായിടത്തും പറയാ ഗേൾസാണ് കൂടുതൽ ടൈം എടുക്കുന്നത് റെഡി ആവാമെന്ന്. പക്ഷേ ഞങ്ങളുടെ കേസിൽ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ കൂടെ കൂടിയത് കൊണ്ടാവാം എങ്ങോട്ടെങ്കിലും ഇറങ്ങണം മുന്നേ എനിക്ക് സൺസ്ക്രീൻ മസ്റ്റായിട്ടും തേച്ചിരിക്കും. ആദ്യമൊക്കെ അവൻ അത് ഇഷ്ടമല്ലായിരുന്നെങ്കിലും ഇപ്പോൾ അവൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. എൽദുവിന് പിന്നെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ കുറച്ച് കൂടുതൽ ടൈം വേണം. കാരണം അവൻ സ്ലോലി പയ്യെ മെതുവെയാണ് എല്ലാ കാര്യം ചെയ്യുള്ളൂ. ഇവിടുത്തെ ഈ പ്രാവശ്യത്തെ സമ്മർ ഭയങ്കര അടിപൊളിയാട്ടോ. കാരണം എല്ലാ ദിവസവും മിക്കപ്പോഴും ഹീറ്റ് മോർണിംഗ് ഉണ്ടാവും. ഏകദേശം 30 ഡിഗ്രി ഒക്കെ എത്തിയിട്ടുണ്ടാവും എപ്പോഴും. ഇപ്പോൾ മിക്ക EV വണ്ടികളിലും പാർക്ക് അസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് എൽദോ അതില്ലാതെ ഇപ്പോൾ വണ്ടി ഓടിക്കില്ല എന്നുള്ള മട്ടിലാണ് കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ ഗരാജ് ഡോർ അടയ്ക്കാനായിട്ട് വണ്ടിയിൽ നിന്ന് വീണ്ടും എണീറ്റ് വരണ്ടല്ലോ എന്നാട്ടോ എൽദോ പറയണേ. നമുക്ക് ഇവിടെ നിന്ന് നയഗ്രയിലോട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം യാത്ര വരും കേട്ടോ. പിന്നെ ഏതാണ്ടൊരു ഉച്ച സമയമായി. അപ്പോൾ നോക്കുമ്പോൾ നല്ല വെയിലുണ്ട്. ഒന്നാമത്തെ ഹീറ്റ് വാർണിങ്ങും നല്ല പൊരിഞ്ഞ വെയിൽ തന്നെയായിരുന്നു. പിന്നെ സൺഡേയും കൂടി ആകുമ്പോൾ റോഡ് ഫുൾ ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഹൈവേയിലാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹൈവേയിൽ ചെറിയൊരു ആക്സിഡൻറ്റ് വന്നാൽ പോലും ഒരു 30 മിനിറ്റ്സിൻ്റെ ഡിലേ വരും. പിന്നെ ഇവിടെ ഇപ്പോൾ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ്. സെപ്റ്റംബറിലെ അവർക്കൊക്കെ ക്ലാസ് തുടങ്ങുള്ളൂ. അതുകൊണ്ട് സൺഡേ യൂഷ്വലി ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഈ 2 മാസങ്ങളിൽ. നമുക്ക് മാപ്പിൽ 2 മണിക്കൂറെന്ന് പറഞ്ഞ് കാണിച്ചാലും ഇങ്ങനെ ബ്ലോക്കൊക്കെ കിട്ടിയാൽ നല്ല ടൈം എടുക്കും അങ്ങോട്ടേക്ക് എത്താനായിട്ട്. പിന്നെ ഇങ്ങനെ ഭയങ്കര ബിസി ആണെങ്കിൽ പോലീസിൻ്റെ ഫുൾ പെട്രോളിംഗ് ഉണ്ടാവും ഫുൾ ടൈം. പിന്നെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും പോലീസിനെ കണ്ടാൽ മിക്കവരും ആ ടൈമിൽ അങ്ങ് സ്ലോ ആക്കി പയ്യെ പോകും കേട്ടോ. കാരണം പോലീസിനെ എല്ലാവർക്കും എല്ലായിടത്തും പേടിയാണല്ലോ. ഇവിടെ പറയുന്ന സ്പീഡ് ലിമിറ്റിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഓവർ സ്പീഡോ അണ്ടർ സ്പീഡോ പോകാതെ ഇരുന്നാൽ നമുക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ നമ്മളെ പോലീസ് എന്താണേലും പൊക്കി നമുക്ക് ടിക്കറ്റ് തരും. സോ ഇപ്പോൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടികളെല്ലാം ഭയങ്കര സ്ലോ പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ ആക്സിഡൻറ്റ് നടന്നിട്ട് കുറച്ച് നേരമായെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് കാണുവാണെങ്കിൽ മനസ്സിലാവും പോലീസിൻ്റെ വണ്ടിയുണ്ട്, ടോ ട്രക്ക് ഉണ്ട്, പിന്നെ ആക്സിഡൻ്റ് ആയ വണ്ടികളെ അവർ സൈഡാക്കി വെച്ചിട്ടുമുണ്ട്. യൂഷ്വലി ലെഫ്റ്റ് ലൈനൊക്കെ ആക്സിഡൻ്റ് ആയാൽ ഭയങ്കര ടൈം എടുക്കും. കാരണം പിന്നെ പോലീസ് വണ്ടി വരണം, അത് ബ്ലോക്കാക്കി ഇടും 2 ലൈൻ. പിന്നെ മാക്സിമം ഉണ്ടാവുന്ന 1 ലൈനോ 2 ലൈനോ ആയിരിക്കും വണ്ടികൾക്ക് പോകാൻ. അപ്പം ഭയങ്കര ബ്ലോക്കായിരിക്കും. പിന്നെ നാട്ടിലെ പോലെ ഭയങ്കര ഒരു ഓണടി അങ്ങനത്തെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഇവിടെ ഫുൾ ബ്ലോക്കാണ്. വണ്ടികളെല്ലാം സ്ലോ ആക്കി പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ഒരു 15 km/h സ്പീഡിലായിരിക്കും പോകണേ. എല്ലാവരും അതേ ഒരു രീതിയിൽ പയ്യെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കണേ. പക്ഷേ ചിലവരുണ്ട് കേട്ടോ, റൂൾസ് തെറ്റിക്കുന്ന ആൾക്കാരും എല്ലായിടത്തും ഉണ്ടല്ലോ. അതേപോലെ ഇവിടെയുണ്ട് പലരും ഇങ്ങനെ റൂൾസ് തെറ്റിക്കുന്ന ആൾക്കാർ. പണ്ടേ എൽദോന് ഭയങ്കര ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ റോഡിൽ അവൻ്റെ ലൈനിലല്ല, അവനെ അത് ബാധിച്ചില്ലെങ്കിലും അവൻ അതിന് റിയാക്ട് ചെയ്യും. അവൻ എന്തെങ്കിലും ഒരു ഓൺ അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ അവൻ്റെ വകയിൽ നിന്നുണ്ടാവും. അതവൻ്റെ ഏജിൻ്റെ ഒരു ചോരത്തടപ്പായിരിക്കണം. പക്ഷേ ഇപ്പോൾ അവൻ ഒത്തിരി ചേഞ്ച് ആയിട്ടോ. ഇപ്പോൾ ആരെന്ത് കാണിച്ചാലും അവനെ ബാധിക്കുന്നില്ല എന്നുള്ള മട്ടിലാണ് അവൻ നിൽക്കുള്ളൂ. കാരണം ഇവിടെ ഒത്തിരി റോഡ് റേജ് ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. കാരണം ഇവിടെ റോഡ് റേജിൻ്റെ ഒത്തിരി ഇൻസിഡൻസ് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കൊരിക്കലും മറ്റേ വണ്ടിയിലെ ആളുടെ മൈൻഡ് സെറ്റോ അയാളുടെ എന്തൊക്കെ വെപ്പൻസ് ഉണ്ടെന്നോ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ മാക്സിമം റോഡ് റേജ് ഒഴിവാക്കാനേ നമ്മളെല്ലാവരും ഇപ്പോൾ നോക്കുന്നുള്ളൂ. വണ്ടികളിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോവുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് നീങ്ങുന്നുണ്ടല്ലോ, അതായിരുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ ആശ്വാസം. നയഗ്രയ്ക്ക് അധികം ദൂരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് EV പിന്നെ ഫുൾ ചാർജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ളതുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണിപ്പോൾ. കാരണം ഞങ്ങൾ ഇതുവരെ നയഗ്ര കാനഡ ബോർഡറിൽ കണ്ടെങ്കിലും US സൈഡിൽ നിന്ന് ഒരിക്കലും കണ്ടിട്ടില്ല. കാരണം ഈ വെള്ളം ഉൽപ്പാദിക്കുന്നത് തന്നെ US സൈഡിൽ നിന്നാണല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെയും കാണാൻ പറ്റിയിട്ടില്ല. ഇനി ആകെ ബോർഡർ എത്താൻ കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ. പിന്നെ US ബോർഡർ ആയതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും പാസ്പോർട്ട് എടുക്കണം, അത് മാൻഡേറ്ററി ആണ്. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ US സൈഡിലുള്ള നയഗ്ര ഫോൾസിൽ എത്തിയിട്ടോ. കാനഡയിൽ നമുക്ക് ഫുൾ വ്യൂ ഉണ്ടെങ്കിലും ഇവിടെ ഭയങ്കര ഒരു വെറൈറ്റി വ്യൂ ആയിരുന്നു കേട്ടോ. കാനഡക്കാലം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഭയങ്കര അടുത്തേക്കൂടെ പോകാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ US ബോട്ട് റൈഡ്, ഒബ്സർവേഷൻ ഡെക്ക്, അങ്ങനെ കുറേ അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ. നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും US സൈഡിലെ നയഗ്ര ഫോൾസ് കണ്ടിരിക്കണം. അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ I hope you guys enjoyed the video. See you guys soon. Bye.